ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. പാർട്ട് 4 ആണെന്ന് റിവിഷൻ ചെയ്യുന്നത് സർക്കിൾസ്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ കോഡ്സ് എ ബി ആൻഡ് സി ഡി ഓഫ് ദ സർക്കിൾ ആർ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് പി. Prove that the angles of triangle APC and triangle PBD formed by joining AC and BD are the same. Prove that PA into PB equals PC into PD. Then prove that if PB equals PD, then ABCD is an isosceles trapezium. അപ്പം ചിത്രത്തിൽ എന്താണ്, ഞാണുകൾ എ ബി സി ഡി എന്ന ഞാണുകൾ വൃത്തത്തിന് പുറത്തോട്ട് നീട്ടി പിയിൽ ഖണ്ഡിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ത്രികോണം എ പി സിയും ത്രികോണം പി ബി ഡിക്കും എ സിയും ബി ഡിയും ജോയിൻ ചെയ്തുണ്ടാകുന്ന ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും എല്ലാ കോണുകളും തുല്യമാണെന്ന് തെളിയിക്കുക. പിന്നെ രണ്ടാമത്തത് പി എ ഇൻറ്റു പി ബി പി സി സമം പി സി ഇൻറ്റു പി ഡി എന്ന് തെളിയിക്കുക. പി ബി സമം പി ഡി ആണെങ്കിൽ എ ബി ഡി സി ഇസ് ആൻ ഐസോസലസ് ട്രപ്പീസ്, അതായത് സമപാർശ്വ ലംബകം എന്ന് തെളിയിക്കുക. എ ബി ഡി സി, സി ഡി അല്ല, എ ബി ഡി സി ഇസ് ആൻ ഐസോസലസ് ട്രപ്പീസ് എന്ന് തെളിയിക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ ചോദ്യം വായിച്ചാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചിത്രം മാത്രം നിർത്തിയിട്ട് ചോദ്യം വായിച്ചു. ആദ്യത്തെ പാർട്ട് എന്താണ്, ത്രികോണം പി ബി ഡിയും പി എ സിയുടെയും കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കണം. അത് തെളിയിക്കാൻ പോവുകയാണ്. രണ്ട് ത്രികോണങ്ങൾ നമുക്ക് എടുക്കാം. അതിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കോണും തന്നിട്ടില്ല. ഈ കോൺ എക്സ് എന്ന് എടുക്കുക. അപ്പോൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഇത് വൈ എന്ന് എടുക്കുക. ഇതിപ്പോൾ എത്രയായിരിക്കും? 180 മൈനസ് വൈ. ചിത്രം ചെറുതായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് കേട്ടോ. ഇവിടെ ഒരു ലൈനുണ്ട്. 180 മൈനസ് വൈ. ഇവിടെ 180 മൈനസ് വൈ ആണ്. ഇതെന്തായിരിക്കും? വൈ ആയിരിക്കും. എന്താണ്? ലീനിയർ രേഖീയ ജോഡികൾ അനുപൂരകങ്ങളാണ്. ഇത് 180 മൈനസ് എക്സ് ആണ്. ഇത് എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. ഇതിനെ ഇസഡ് എന്ന് പേര് കൊടുക്കാം. കാണുന്നില്ലല്ലേ? ഇത് എക്സ്, ഇത് ഇസഡ്. അപ്പോൾ നമുക്കിനി ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ പി സി, ട്രയാങ്കിൾ പി ബി ഡി, ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് എഴുതാം. നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂസ് ആണ്, അതനുസരിച്ചാണ് നമ്മൾ ഓരോ കോണുകളും കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾ എ പി സിയിൽ എക്സിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ സി ഈസ് ഈക്വൽ ടു എക്സ്. ട്രയാങ്കിൾ എ പി സിയിലുള്ളതാണ്. ഇത് പി ബി ഡിയിൽ എക്സ് ഏതാണ്? ഈ ആംഗിൾ അല്ലേ? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എക്സ്. ഇനി ട്രയാങ്കിൾ എ പി സിയിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു വൈ. ഈ ത്രികോണത്തിൽ വൈ ഏതാണ്? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു വൈ. ഇനി ഇവിടെ പി സെഡ് ആണ് അല്ലേ? രണ്ടിലും കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള കോണാണ് പി. നോക്കിക്കേ, ബി പി ഡി എ പി സി. ഇതായി പേര് തന്നെ നോക്കിയേ, പി പി. അപ്പോൾ ഇവിടെ കോൺ പി സമം സെഡ് എന്ന് കൊടുക്കാം. അപ്പം നോക്കിക്കേ, രണ്ട് ത്രികോണങ്ങളിലെയും കോണുകളെല്ലാം തുല്യമാണ്. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആണ് എന്താണ്? ഈ രണ്ട് ത്രികോണങ്ങളുടെയും ആംഗിൾസ് ഈക്വൽ ആണെന്ന്. Therefore we can say that എന്താണ്, two triangles have the same angles. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് തന്നെ. അപ്പം കോണുകളെല്ലാം തുല്യമാണ്. ഇതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും ആംഗിൾസ് എല്ലാം കോണുകളെന്ന് പറയുന്ന ആംഗിൾസ്, മലയാളത്തിൽ ഇംഗ്ലീഷും പറയുകയാണ്, തുല്യമായതുകൊണ്ട് നമുക്ക് ഈ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. രണ്ടാമത്തെ പാർട്ട് തെളിയിക്കാൻ വേണ്ടി ട്രയാങ്കിൾ എ പി സി
എ സിമിലാരിറ്റി 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. PBD ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ എന്താണ് എ സിമിലാരിറ്റി എന്താണ്? ഇഫ് ടു ആംഗിൾസ് വൺ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ടു ആംഗിൾസ് ആർ ദ ട്രയാങ്കിൾ ദ ടു ട്രയാങ്കിൾസ് ആർ സെറ്റ് ടു ബി സിമിലർ. ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് കോണുകളോട് തുല്യമായാൽ ആ രണ്ട് ത്രികോണങ്ങളും സദൃശ ത്രികോണങ്ങൾ എന്ന് പറയുന്നു. ത്രികോണങ്ങൾ സദൃശങ്ങളാണെങ്കിൽ അവയുടെ സൈഡ്സ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. എന്താണ് കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ? തുല്യ കോണുകൾ, ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ദേ ആർ ഇൻ പ്രൊപ്പോർഷൻ. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ അനുപാതത്തിലാണ്, ആനുപാതികമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കിക്കേ, ത്രികോണം APCയും PBDയും സിമിലർ ആണ്. അപ്പൊ ഇവിടെ കോണുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. എക്സ് എന്ന കോണിന് രണ്ടിൽ എക്സ് എടുക്കുക. എക്സ് എന്ന കോണിന് എതിരെയുള്ള വശം വലിയ ത്രികോണത്തിലാണ് നോക്കേണ്ടത്. ഏതാ? PA ബൈ ഈ രണ്ടാമത്തെ ത്രികോണത്തില് എക്സ് എന്ന കോണില് ഇവിടെ ബി ആ, അതിന്റെ എതിരെയുള്ള വശം PD. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈക്വൽസ് ഇവിടെ നോക്കിക്കേ, 3 റിലേഷൻ നമുക്ക് കിട്ടും. വൈ എ എന്ന വലിയ ത്രികോണത്തിൽ എക്ക് എതിരെയുള്ളത് PC. ചെറിയ ത്രികോണത്തില് ഡിക്ക് എതിരെയുള്ള വശം PB. മൂന്നാമത്തെ പ്രൊപ്പോർഷൻ കൂടെ എഴുതാം. Z എന്ന എതിരെയുള്ള വശം AC. വലിയ ത്രികോണത്തിലാണ് ആദ്യം നോക്കുന്നത്. ഇവിടെ വലിയ ത്രികോണമാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? ചെറിയ ത്രികോണം, ഇവിടെ PB. നോക്കിക്കേ, നമുക്ക് ഈ രണ്ട് റിലേഷനും മാത്രം എടുത്താൽ മതി അല്ലേ. ഓൺ ക്രോസ് മൾട്ടിപ്ലൈ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്. അപ്പം PA ഇൻറ്റു PB ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD. രണ്ടാമത്തെ റിലേഷന്റെ ആൻസർ ആയി PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD. ഇനി മൂന്നാമത്തെ പാർട്ടിൽ എന്താണ് പറയുന്നത്? PDയും PBയും ഈക്വൽ ആണെങ്കിൽ, PAയും ഈക്വൽ ആണെങ്കിൽ ഈ ത്രികോണം എന്താണ്? ഒരു ത്രികോണമല്ല, എന്താണ്? ഈ കോഡിലാറ്ററൽ ഒരു ഐസോസെലസ് ട്രപ്പീസ്യമാണെന്ന് പറയണം. സമപാർശ്വ ലംബകമാണെന്ന് തെളിയിക്കണം. ഇനി മൂന്നാമത്തേലേക്ക് പോകാം. ഇപ്പൊ തന്നിരിക്കുന്നത് PB ഈക്വൽസ് PD. ഇത് രണ്ടും തുല്യമാണെന്ന് പറയുന്നുണ്ട് അല്ലേ. PB ഈക്വൽസ് PD. ഇപ്പൊ നമുക്ക് ഇവിടെ എഴുതിയ റിലേഷൻ നോക്കിയേ. PB ഈക്വൽസ് PD. നോക്കിക്കേ, ഈ രണ്ട് റിലേഷൻ എടുത്തേ, രണ്ടിലും PB തന്നെയുണ്ട്. ഈ രണ്ട് റിലേഷൻ എടുത്തേ, ഇത് രണ്ടും എടുത്തേ, PBയും PD ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? PAയും PCയും ഈക്വൽ ആണെന്ന് കിട്ടും. Therefore PA is equal to PC. ഈ റിലേഷനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, PD ഈക്വൽസ് PB ഈക്വൽസ് PD ആണെങ്കിൽ എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടും കട്ട് ചെയ്ത് പോവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? PA ഈക്വൽസ് PC. ഇവിടെ നോക്കിക്കേ, PA PC. അപ്പം വലിയ ത്രികോണത്തിന്റെ ഈ PC എന്ന സൈഡും വലിയ ത്രികോണത്തിന്റെ PA എന്ന സൈഡും ഈക്വൽ ആണെന്ന് പറയുന്നു. Therefore എന്താണ്? ആംഗിൾ C is equal to ആംഗിൾ A. ഈ രണ്ട് ബേസ് ആംഗിൾസ് ഈക്വൽ ആവും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഇത് രണ്ട് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് CDയും എന്താണ്? ABയും ഈക്വൽ ആണ്. ആ സ്റ്റെപ്പ് കൂടി എഴുതാം. PB ഈക്വൽസ് PD. therefore PA ഈക്വൽസ് PC. PA എന്ന് പറയുന്നത് PD പ്ലസ് CD ആണ് അല്ലേ. അതേ കണക്ക്
പി പി സി എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞാൽ പി ബി ആണ്. ഇത് തെറ്റിപ്പോയി. പി എ ഈക്വൽസ് പി ബി പ്ലസ് എ ബിയും പി സി എന്ന് പറയുന്നത് പി ഡി പ്ലസ് ഡി സിയും. നോക്കിക്കേ, പി എയും പി സി ഈക്വലാ, പി ബിയും പി ഡിയും ഈക്വലാ. അതുകൊണ്ട് എന്താ പറയാ, എ ബിയും ഡി സിയും ഈക്വലാണ്. എ ബിയും ഡി സിയും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. Therefore, ABCD is an isosceles trapezium. ABCD is an isosceles trapezium. മനസ്സിലായ? എളുപ്പമാണ്. രണ്ടാമത്തെ ചോദ്യം, a circle is drawn with the AB as diameter. Find the positions of the points C, D and E related to the circle. ഇത് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ നോക്കിക്കേ, എ ബി വ്യാസമായൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ സി ഡി ഇ ഇവയുടെ സ്ഥാനം എന്താണ്? ഡി 90, ഇ 80, സി 100. 90 ആണെങ്കിൽ വൃത്തത്തിൽ, 90-ൽ കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്ത്, 90-ൽ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്ത്. അതാണ് ആൻസർ. നമുക്ക് എഴുതാം. Angle D equals 90 degree on the circle. Angle A equals 100 degree inside the circle. Inside the circle. വൃത്തത്തിനകത്ത്. Angle E equals 80 degree outside the circle. വൃത്തത്തിന് പുറത്ത്. outside the circle. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.